രാവിലെ വർക്കൗട്ടൊക്കെ ചെയ്ത് വരുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓവർനൈറ്റ് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ക്ലോസ്ഡ് ജാറ് എടുക്കണം. ഈ ജാറിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് റോൾഡ് ഓട്സ് ആണ്. 2-3 സ്പൂണ് റോൾഡ് ഓട്സ് ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 4 സ്പൂൺ വരെ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് ഒരു 2 സ്പൂൺ ചിയ സീഡ്സ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. ഈ മിൽക്കിന് ഇവിടെ നമ്മൾ ഹൈ പ്രോട്ടീൻ സോയ മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. ഈ മിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേക്ക് വൈറ്റമിൻ B12 D ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഇതിൽ പറയുന്ന പോലെ ഞാൻ സോയ് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട്, ഇത് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ടും നമ്മളിത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ചിയ സീഡ്സും ഒക്കെ നമ്മൾ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. നന്നായിട്ടിത് സോക്കാവണം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സാണ്. ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട് സ്ട്രോബെറിയാണ്. ബെറീസ് എപ്പോഴും ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്കതുകൊണ്ട് അതിൻ്റെ ഡയറ്റിലൊക്കെ അത് ആഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സ്ട്രോബെറീസാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒരു പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാനിതിൽ കുറച്ച് കാഷ്യൂസും കുറച്ച് വാൾനട്ട്സും ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. പ്രോട്ടീനിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നത്. വാൾനട്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പം ഈ ഒരു ക്രഞ്ചിനെസ്, വാൾനട്ട്സ് എപ്പോഴും ഒരു ക്രഞ്ചി ഫീലിംഗ് ആണല്ലോ. അപ്പോൾ ആ ക്രഞ്ചിനെസ് ഒക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുമ്പം നമുക്കിത് കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നും. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് സ്വീറ്റ്നറാണ്. ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്ന പോലെ ഇതിൽ സ്വീറ്റ്നറായിട്ട് ആഡ് ചെയ്യുന്നത് ഹണിയാണ്. കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കാം. രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഹൈ ഫൈബറും ഹൈ പ്രോട്ടീനും ഒക്കെ ആയിട്ടുള്ള ഒരു ഓവർനൈറ്റ് റെസിപ്പിയാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ ടൈം അധികം വേണ്ട. നമുക്ക് രാവിലെ തന്നെ അടുക്കിച്ചുള്ള കയറി ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട. രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ രാവിലെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.